ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഞാനിപ്പോൾ കാണിച്ച വീഡിയോയിലുള്ള ഈ മോളെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വളരെ വലിയൊരു ഫാനാണ് ആ കുട്ടിയുടെ. കാരണം ഇപ്പം നോക്കിയാലും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഇത്രയും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു മോളെ കാണുമ്പോൾ ഞാൻ എപ്പോഴും അവളെ വീഡിയോ കാണാറുണ്ട്. ആ വല്യമ്മ എന്നുള്ള വിളി, പിന്നെ അവരുടേതായ ശൈലിയിൽ അവരുടേതായ ഒരു ഇതിൽ വീഡിയോ ചെയ്യുന്നത് നല്ല രസമായിരുന്നു. ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഇന്നലെ ഈ കുട്ടീൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ, അത് സൂയിസൈഡ് ചെയ്തെന്ന് കേട്ടപ്പോൾ ശരിക്കും നല്ല വിഷമമായി എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏജിലുള്ള കുട്ടികൾ എന്താണ് അവർ ഇത്ര പെട്ടെന്ന് കൊല്ലാനും അല്ലെങ്കിൽ സ്വയം മരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളൊരു. കാരണം പഴയ പോലെയല്ല, നമ്മളുടെയൊക്കെ ഇവരുടെ ഏജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇത്രയും അധികം അവസരങ്ങളും അറിവും ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവരിങ്ങനെ ചെയ്തു. സോ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് വിഷമങ്ങളും ഒരു സഹിച്ച് അങ്ങേ അറ്റം എത്തിയിട്ടാണ് ഇവരിത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവര് കുറച്ചുപോലും സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. മീൻസ് പണ്ടുള്ള ആളുകൾ എത്രത്തോളം സഹിക്കുന്നത് അതിൻ്റെ 4 ഭാഗം പോലും സഹിക്കാനും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാൻ പറ്റാത്തവരായിരിക്കും മേ ബി ഇത്രയും പെട്ടെന്ന്. കാരണം ഈ കുട്ടീൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞെന്നൊക്കെ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇതിൻ്റെ ശേഷമാണ് അറിയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു അവസരത്തിൽ ഓൾറെഡി ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞു. കാരണം കുറേ ഇതിലൂടെ കടന്നു വന്നിട്ടും ആ മോളിങ്ങനെ ചെയ്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. സോ ഇങ്ങനെ കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും എല്ലാം അറിയാമെന്നായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളുടെ ഫാമിലിയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ളതോ ഷെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരെ ഫൈൻഡ് ചെയ്യാം. ഇന്ന് ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ലൈഫ് കോച്ചസ് ഉണ്ട്. നമുക്ക് ആരോടെങ്കിലും സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ക്ലിയർ ചെയ്യാം. പഴയ പോലെ അല്ല ഇപ്പോൾ. നമുക്ക് അവസരങ്ങൾ ഒരുപാടുണ്ട്. അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ സ്പെഷ്യലി ഗേൾസ്. ബോയ്സ് അവരെങ്ങനെയെങ്കിലും ഓവർകം ചെയ്യും പല കാര്യങ്ങളിലൂടെ. പക്ഷേ ഗേൾസ് ഇനിയും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനല്ല. നിങ്ങൾക്ക് ആ എൻ്റർടൈൻമെൻറ്റിൻ്റെ പകരം നിങ്ങൾക്ക് മോട്ടിവേഷനും അതുപോലെയുള്ള ഈ മെൻറ്റേഴ്സിൻ്റെ സ്പീക്ക്, അതുപോലെ ഈ പല പല നോളജബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്കും സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ പറ്റുന്ന ആരെങ്കിലും ഫൈൻഡ് ചെയ്തിട്ട് അവരുടെ അടുത്ത് പറയാം. ഒറ്റ നിമിഷം കൊണ്ടൊരു തീരുമാനത്തിൽ നിങ്ങൾ മരിച്ച് ആർക്ക് പോയി? നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും ആ 2-3 ആൾക്കും പോയി. നിങ്ങളെ വിഷമിച്ചവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും നിങ്ങളിത് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യം അതൊക്കെ അതോടെ അവസാനിച്ചു. പിന്നെ നിങ്ങൾക്കാണ് മെയിനായിട്ട് പോയത്. ഈ സാഹചര്യം ഉണ്ടാക്കിയവരല്ലാത്തവരും ഇതൊക്കെ മറന്ന് ഓവർകം ചെയ്ത് ജീവിക്കും. ഇപ്പോൾ ഒരുപാട് ഗേൾസായി ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഗേൾസിനോട് പ്രത്യേകിച്ച് ചെയ്യാണ്, മരണം ഒരു സൊല്യൂഷൻ അല്ല. ഓവർകം ചെയ്യാത്ത ഒരു പ്രോബ്ലം ഈ ലോകത്തില്ല. അപ്പോൾ ഇനി ഇതുപോലെ ആരെങ്കിലും സൊല്യൂഷൻ ഇല്ലാതെ മരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ആലോചിക്കുക, വേറെ എന്ത് സൊല്യൂഷനാണ് നിങ്ങൾക്കുള്ളതെന്ന് തിങ്ക് ചെയ്യുക. എന്നിട്ട് ജീവിതത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കാണുന്ന ആ ഒരു ചുറ്റുപാടല്ല ലോകം. ഈ ലോകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അയാൾ എന്ത് വിചാരിക്കും, ഇയാൾ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾ തിരഞ്ഞെടുക്കുക. സന്തോഷവും സമാധാനവും തിരഞ്ഞെടുത്ത് ആ വഴി എങ്ങനെ അവിടേക്ക് എത്തും എന്നുള്ളത് ചിന്തിച്ച് അങ്ങനെ ജീവിക്കാൻ നോക്ക്. അല്ലാതെ മരിച്ചിട്ടൊരു കാര്യമില്ല. സോ ഇനിയും ഇങ്ങനെ ജീവിക്കുന്ന ഗേൾസ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് മൂവ് ഓൺ. പ്ലീസ് പ്ലീസ് പ്ലീസ്.